ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് ആണ്. അപ്പം ഇതൊരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പും സ്ട്രാറ്റജീസ് ഒക്കെ കണക്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യുക. പൊതുവെ നമ്മളിപ്പം മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പം ഇന്ത്യ വിക്സ് വളരെ ലോ ആണ്. അതായത് ഇന്ത്യ വിക്സ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ട്രേഡ് ചെയ്യുന്നത് 10നും 12നും ഇടയിലാണ്. അപ്പം ഇതൊട്ടും ഒരു ഓപ്ഷൻ ബയർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഡേയ്സ് അല്ല. അപ്പം ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് പ്ലാൻ ചെയ്യുക. നമുക്ക് ഒരിക്കലും ഒരു ടാർഗറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ. അപ്പം അതിലെല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യുക. കൂടുതലും ഓപ്ഷൻ സെല്ലിംഗ് പോലെ, അതായത് സ്പ്രെഡ് പോലെ അല്ലെങ്കിൽ അയൺ കൗണ്ടർ പോലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ മാർക്കറ്റിൽ വർക്ക് ആവുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പൊ ഒരു ജാനുവരി ഒരു ഫസ്റ്റ് വീക്കോട് കൂടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വീക്കോട് കൂടി മാർക്കറ്റ് സെറ്റിൽ ആകും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ. അപ്പൊ നമ്മൾ നാളത്തേക്ക് മാർക്ക് ചെയ്യേണ്ട ചില ലെവൽസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 26,100 നമ്മളിപ്പം ആ ഒരു ലെവലിന്റെ അടുത്താണ് ഇപ്പൊ നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഏരിയ ഒരു ചെറിയ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ. അപ്പം ഈ ഒരു ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോങ്ങിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 26,200 ടു 26,230 ഏരിയ. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് നല്ല രീതിയിൽ സെല്ലിങ് വന്ന ഒരു ഏരിയ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ഒരുപക്ഷെ ഇവിടുന്ന് ഒരു ചെറിയ റിജക്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഡൗൺ സൈഡിലേക്ക് ഒരു ഫുഡ് സൈഡിലേക്കുള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം മാർക്കറ്റ് ഈ ലെവല് മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 26,230 ലെവല് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ മാർക്കറ്റ് അപ്സൈഡിലേക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. 26,320 ഏരിയ ആണ് നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ. ഓക്കെ. അതേപോലെ തന്നെ നാളെ ഒരു മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് 25,950 ടു 25,920 ഏരിയ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് ബൗൺസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ ലെവൽ ഒരു 900 ലെവൽ മാർക്കറ്റ് താഴേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് 25,730 ലെവല് വരെ എത്താനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. 25,730 ടു 25,700 ലെവൽ ഒരു സപ്പോർട്ട് സോൺ ആണ്. അതിനിടയിൽ ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് 25,800 ലെവലാണ്. അപ്പം നമ്മൾ താഴേക്കുള്ള ഒരു എൻട്രി പൊസിഷൻ ഒക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ ഒന്ന് വേണമെങ്കിൽ പൊസിഷൻ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള മാർക്കറ്റിന്റെ ഒരു റിയാക്ഷൻ നമ്മൾ വാച്ച് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഒരേ ഡയറക്ഷനിലാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അല്ലെ അവൻ രണ്ടും ഓപ്പോസിറ്റ് മൂവ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കുക. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടുതലും നിങ്ങൾ സ്പ്രെഡ് പോലത്തെ അയൺ കൗണ്ടർ പോലത്തെ സ്ട്രാറ്റജീസ് ഈ ഒരു സിറ്റുവേഷണൽ മാർക്കറ്റിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിന്നിംഗ് റേഷ്യോ വളരെ കൂടുതലായിരിക്കും. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.